നമസ്കാരം, സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റോറിയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. ഓർക്കുക, കരിയറിൽ ഒന്നും ആകാൻ കഴിഞ്ഞില്ല എന്ന് നിരാശപ്പെടുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ടേക്ക് പോകണം എന്നൊക്കെ ആശങ്കപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോറി വളരെ മോട്ടിവേറ്റിംഗ് ആയിരിക്കും. ഓർക്കുക, +2 ശേഷം +2 മാത്രം വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിന് വെറും 100 രൂപ ഡെയിലി വേജസിൽ എറണാകുളത്ത് ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തി, ആരോഗ്യ കാരണങ്ങളാൽ ആ ജോലി പോലും മുന്നോട്ടേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയിൽ ഓൺലൈൻ അവസരങ്ങൾ തേടുകയും അതിലൂടെ തൻ്റെ ആദ്യത്തെ ക്ലയന്റ് ആയിട്ട് ലോകത്തെ തന്നെ ഏറ്റവും വലിയ ടെക്നോളജി കമ്പനികളിലൊന്നായ ആപ്പിളിനെ ആദ്യത്തെ ക്ലയന്റ് ആയിട്ട് നേടുകയും ചെയ്തൊരു വ്യക്തി. എന്നാൽ ഭാവിയിൽ അല്ലെങ്കിൽ കാലക്രമേണ ആ ക്ലയന്റിനെ ചില കാരണങ്ങളാൽ നഷ്ടപ്പെടുകയും പിന്നീട് എന്ത് ചെയ്യണമെന്നറിയാതെ ആശങ്കപ്പെട്ട സമയത്ത് പുതിയ അവസരങ്ങൾ കണ്ടെത്തി ഉയരുകയും ചെയ്തു. ഇന്ന് ഏതാണ്ട് 400 പേര് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയുടെ CEO ആയിട്ട് മാറിയ ഒരു വ്യക്തി. അതായത് ഏതാണ്ട് 400 പേർക്കോളം ജോലി നൽകുവാനായിട്ട് 4 കമ്പനികളുടെ അധിപനായി മാറിയ ഒരു വ്യക്തിയെ നമുക്ക് പരിചയപ്പെടുത്താം. അദ്ദേഹത്തിന്റെ ലൈഫിലെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി മനസ്സിലാക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നത് കേരള ഗവൺമെന്റിന്റെ KKEM, കേരള നോളജ് എക്കണോമി മിഷൻ, അതായത് വിജ്ഞാന കേരളയൊക്കെ സംഘടിപ്പിക്കുന്ന സ്കിൽ സബ്മിറ്റിലാണ്. എറണാകുളത്ത് ലുലു ഗ്രാൻഡ് ഹയാത്തിൽ വെച്ച് നടക്കുന്ന ഈ ഒരു സബ്മിറ്റിൽ വെച്ച് ഞാൻ പരിചയപ്പെട്ട ഒരു വ്യക്തിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഈ ലൈഫ് സ്റ്റോറി നമുക്ക് മനസ്സിലാക്കാം. വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം, ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ കരിയർ അവസരങ്ങൾ, കരിയർ സ്റ്റോറികൾ, തൊഴിലവസരങ്ങളൊക്കെ ഈ ചാനലിലൂടെ മനസ്സിലാക്കാം. വീണ്ടും സ്വാഗതം കരിയർ പാത്വയിലേക്ക്. അപ്പോൾ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റോറി, ഒരു ഓണ്ടർപ്രണർഷിപ്പ് ജേർണി, കാര്യങ്ങളൊക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് ഇൻഫോക്സ് ഗ്രൂപ്പ്, ഈ ഒരു ഗ്രൂപ്പിൻ്റെ MDയും ഫൗണ്ടറും CEOയും ഒക്കെ ആയിട്ടുള്ള മിസ്റ്റർ മുജീബ് കൊള്ളശ്ശേരി നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. ഇന്ന് ഒരു 400 പേർക്ക് ജോലി നൽകുന്ന ഒരു സ്ഥാപനത്തിൻ്റെ CEOയും ഫൗണ്ടറും ഒക്കെയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് സ്റ്റോറി, ആ കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. സാർ നമസ്കാരം. നമസ്കാരം. ഓക്കെ, ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ സാറ് വളരെ ഹമ്പിൾ ആയിട്ടുള്ളൊരു ബിഗിനിങ് ആയിരുന്നു അല്ലേ? ഈവൻ നമ്മളുടെ എറണാകുളത്തൊക്കെ വന്ന് ജോലി ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എവിടെയായിരുന്നു ജനനം, എങ്ങനെയാണ് എറണാകുളത്ത് എത്തിയത്, ആ സ്റ്റാർട്ടിങ്, ആ കാര്യങ്ങളൊക്കെ ആദ്യം ഒന്ന് സൂചിപ്പിക്കാമോ? എൻ്റെ നാട് പാലക്കാട് ജില്ലയില് മണ്ണാർക്കാട് അട്ടപ്പാടിയൊക്കെ കേട്ടിട്ടുണ്ട്, സൈലന്റ് വാലി ഒക്കെ ആയിട്ട്. ഓക്കെ, മണ്ണാർക്കാട് അത്യാവശ്യം ഒരു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു ഫാമിലിയിലാണ് ഞാൻ ജനിച്ചിട്ടുള്ളത്. എന്റെ വാപ്പ 2 കണ്ണിനും കാഴ്ചയില്ലാത്ത ആളാണ്. ചെറുപ്പം മുതലേ ആൾക്ക് ചെറുപ്പം മുതലേ. അപ്പൊ നമ്മളെന്താ പറയാ, നമ്മള് ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകൾ കണ്ട് വളർന്ന് എക്സ്പീരിയൻസ് ചെയ്ത് വന്ന ഒരു ചെറുപ്പകാലമുള്ളത്. അങ്ങനെ ഞാൻ പഠിച്ച് +2 എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. +2 ഡ്രോപ്പ് ആയി. ഇപ്പോഴും +2 അല്ല, വിദ്യാഭ്യാസം. സർട്ടിഫിക്കറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ 10th ഉള്ളൂ. അപ്പോ +2 കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ശരി. പിന്നെ ഞങ്ങൾ ഇങ്ങനെ ജോലികൾ, ആ സമയം മുതൽ ജോലികൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഉള്ളിൽ തന്നെ ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് എറണാകുളത്ത് അലുമിനിയം ഫാബ്രിക്കേഷൻ എന്നൊരു ഫീൽഡ് ഉണ്ട്. അതിന് പോയാൽ ഡെയിലി 100 രൂപ നമുക്ക് വേജ് കിട്ടും. എന്റെ സുഹൃത്ത് എന്നോട് പറയുന്നു. അപ്പൊ അന്ന് ശരി, നമുക്ക് പോയി നോക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അന്ന് 2 പേരും 2009 ഒരു നവംബർ 1, കാരണം അത് നവംബർ 1 നമുക്ക് തൊഴിലാളി ദിനം, അത് ഓർമ്മയുണ്ട്. കാക്കനാട് വന്ന് ഇറങ്ങി ഇൻഫോ പാർക്കിന്റെ അടുത്ത് എടച്ചിറ എന്ന് പറയുന്ന സ്ഥലം, മണ്ണാർക്കാട് നിന്ന് എടച്ചിറയിൽ വന്നു. അതെ അതെ. എന്നിട്ട് ഞാനൊരു 3 വർഷത്തോളം ഈ എറണാകുളത്ത് കൊച്ചിയിൽ ഒരാളായി ജീവിച്ച് ഇവിടുത്തെ ഫാബ്രിക്കേഷൻ ആയിരുന്നു ഫീൽഡ്. അലുമിനിയം ഫാബ്രിക്കേഷൻ കൺസ്ട്രക്ഷൻ. സ്വന്തമായിട്ട് കമ്പനിയാണോ മറ്റുള്ളവർക്ക് വേണ്ടി? കീഴില് നമ്മൾ എക്സ്പീരിയൻസ് ഇല്ലല്ലോ. ആളുടെ കീഴിൽ ഒരു അസിസ്റ്റന്റ് ആയിട്ട് അങ്ങനെ 3 വർഷം ചെയ്ത് നമ്മൾ എന്താ പറയാ, അതിലൊരു എക്സ്പീരിയൻസ് കിട്ടി. നമ്മുടെ ലൈഫിൽ ഒരു കരിയർ അതായിട്ട് ഡെവലപ്പ് ആയി വരുന്ന ഒരു സ്റ്റേജ്. ആ സമയത്ത് എത്രയുണ്ടായിരുന്നു ശമ്പളം ഒക്കെ? എങ്ങനെയായിരുന്നു? ഡെയിലി 100 റുപ്പീസിന് തുടങ്ങി, എനിക്ക് തോന്നുന്നു ഒരു 300-350 വരെയൊക്കെ. അപ്പം 100 രൂപ തൊട്ട് 300 രൂപ വരെയായിരുന്നു കിട്ടുന്നത്. അതുവരെയൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്വന്തമായിട്ട് വർക്ക് എടുക്കേണ്ട ആ ഒരു ലെവലിലൊക്കെ എത്തി തുടങ്ങിയ ഒരു സമയമായിരുന്നു. ഫ്യൂച്ചർ സ്റ്റെപ്പിന്റെ ഒരു ടൈം ആയിരുന്നു. ശരി. അപ്പോഴാണ് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുന്നതും അലർജി സംബന്ധമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും. പിന്നെ ആ ജോലി കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അത് ശരി. അപ്പൊ അങ്ങനെ ഇവിടുന്ന് നിർത്തി നാട്ടിലേക്ക് തിരിച്ചു. 3 കൊല്ലം എറണാകുളത്ത് അലൂമിനിയം ഫാബ്രിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ജോലികൾ ചെയ്യുക. അതെ അതെ. ഓക്കെ. പിന്നെ വീട്ടിൽ പോയിട്ട് അസുഖങ്ങൾ ഉണ്ടായിരുന്നു, കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒരു
2 വർഷത്തോളം വ്യത്യസ്തമായിട്ടുള്ള പല ജോലികളും ട്രൈ ചെയ്തു. ഇതിലൊന്നിലും നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് കാരണം എന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നോട്ട് പോകാൻ പറ്റില്ല. വീട്ടിലെ ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. നമുക്കൊരു എന്താ പറയാ റവന്യൂ സ്ട്രീം വേണം, നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. ആ ഒരു ഇതിൽ നിന്നാണ് എങ്ങനെയെങ്കിലും വരുമാനം ഉണ്ടാക്കുക, എങ്ങനെയെങ്കിലും എന്നുള്ള ഒരു ഇതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓൺലൈൻ ആയിട്ടുള്ള ജോലികളെ കുറിച്ച് ചിന്തിക്കുന്നതും അങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു, ഓൺലൈൻ ആയിട്ടുള്ള വർക്കുകളെ കുറിച്ചിട്ടൊക്കെ. അപ്പം 3 കൊല്ലം എറണാകുളത്ത് നിന്ന് ഡെയിലി 100 രൂപ വേജസിൽ അല്ലേ വർക്ക് ചെയ്തു. പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളാൽ തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. പിന്നെ വീട്ടിൽ ചെന്ന് എങ്ങനെയാണ്, എന്താണ് കരിയർ ഡെവലപ്മെന്റിനായിട്ട് എങ്ങനെയായിരുന്നു അത്? വീട്ടിൽ പോയിട്ട് പിന്നെയുള്ള 1-2 വർഷം അത്യാവശ്യം ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമുക്ക് ഉണ്ടായിരുന്ന ഫീൽഡ് നഷ്ടപ്പെട്ടു. പുതിയൊരു ജോലിന് നമുക്ക് എന്ത് വേണം കണ്ടുപിടിക്കണം. ഡിഫറെന്റ് ആയിട്ടുള്ള പല ടൈപ്പ് ഓഫ് ജോലികൾ നോക്കി. ഒന്നിലും നമുക്ക് സക്സീഡ് ആവാൻ പറ്റില്ല. 2-3 മാസം ട്രൈ ചെയ്ത് അത് വീണ്ടും ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. അങ്ങനെയാണ് ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു ചോദ്യത്തിൽ നിന്നാണ് വീട്ടിലിരുന്ന് എങ്ങനെ നമുക്ക്, അല്ലെങ്കിൽ എന്റെ ഒരു ലിമിറ്റേഷന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു റവന്യൂ സ്ട്രീം ഉണ്ടാക്കാം, ഇതായിരുന്നു ക്വസ്റ്റ്യൻ. സോ അതിന് വേണ്ടിയിട്ടുള്ള റിസർച്ചുകള്, അന്വേഷണങ്ങൾ, അതെന്നാണ് ഓൺലൈൻ ജോലികളുടെ ഒരു സാധ്യതയെ കുറിച്ച് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഞാൻ എന്റെ ഒരു സുഹൃത്തിന്റെ ഒരു ലാപ്ടോപ്പ് വാടകയ്ക്ക് എടുത്ത്, സുഹൃത്ത് എന്റെ കൂടെ പാർട്ണർ ആയിട്ടുണ്ട്, വീട്ടിലിരുന്നിട്ട് 1-2 സൈറ്റുകൾ, കുറച്ച് വെബ്സൈറ്റുകളൊക്കെ നോക്കി. കുറെ ഫേക്ക് സൈറ്റുകൾ ഉണ്ടായിരുന്നു. ഓൺലൈനിന്റെ ഒരു വലിയ പ്രശ്നം തന്നെ നമ്മൾ പറയുന്നത് 90% ഫേക്ക് സൈറ്റുകളാണ്. എന്റെ ഒരു ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ കൈകൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞാനൊരു ഒരു പ്ലാറ്റ്ഫോമിൽ ചെന്ന് പെട്ടു. ഒരു ആമസോണിന്റെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു, ഫ്രീലാൻസിംഗ് പ്ലാറ്റ്ഫോം. ആമസോൺ മെക്കാനിക്കൽ ടർക്ക് അല്ലെങ്കിൽ എംടർക്ക് എന്ന് പറയും. ആമസോണിന്റെ എംടർക്ക് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലാണ് അതിൽ അക്കൗണ്ട് കിട്ടി. അതിൽ ഏകദേശം 2 വർഷത്തോളം വർക്കുകൾ ചെയ്തു. ആദ്യമൊക്കെ ജോലി കിട്ടാൻ അത്ര എളുപ്പമായിരുന്നു? കാരണം നമ്മുടെ സ്കില്ല്, നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ പെർസെന്റേജ് ഒക്കെ ഉണ്ട്. നമ്മൾ ഡെലിവറി ചെയ്ത വർക്കിന് കിട്ടുന്ന ഒരു പെർസെന്റേജ് ആളുകൾക്ക് അറിയില്ല നമ്മളുടെ എന്ത് സ്കില്ലുണ്ട്. ഇനീഷ്യലി വളരെ ബേസിക് ആയിട്ടുള്ള വർക്കുകളാണ് കിട്ടുക. അത് നമ്മൾ ചെയ്തു കൊടുത്ത് അവര് റിക്വസ്റ്റഡ് ആൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്ക് അതിന് പെർസെന്റേജ് കിട്ടും. നമ്മുടെ പ്രൊഫൈൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ ഒരു 99.6 ആയിരുന്നു എന്റെ ഒരു ക്വാളിറ്റി പെർസെന്റേജ് ഉണ്ടായിരുന്നു. എനിക്കറിയില്ല അത് ബെസ്റ്റ് ആണെന്നാണ് ഞാൻ അങ്ങനെ ഒരു ജർമ്മൻ കമ്പനിയുടെ റാൻഡംലി ഈ എംടർക്കിലൂടെ തന്നെ ഒരു ജർമ്മൻ കമ്പനിയെ ക്ലയന്റ് ആയിട്ട് കിട്ടുകയാണ്. കുറെ ചെയ്തു കൊടുത്തു. അവര് സ്റ്റാർട്ടപ്പ് ആയിരുന്നു. അവർ അടുത്തൊരു ലെവലിൽ അവർ സ്വന്തമായിട്ടൊരു പ്ലാറ്റ്ഫോമിലേക്ക് മൂവ് ചെയ്യുന്ന ഒരു സ്റ്റേജ് എത്തിയപ്പോ അവരെ പേഴ്സണലി കോൺടാക്ട് ചെയ്തിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോം വഴി അല്ലാണ്ട് ഞങ്ങളായിട്ട് ഡയറക്റ്റ് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള അപ്രോച്ച് അവർ വെച്ചു. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒന്നുകൂടി, എനിക്ക് ഏതായാലും കുഴപ്പമില്ല, അവിടുന്ന് കിട്ടിയാലും ഇവിടുന്ന് കിട്ടിയാലും നമുക്ക് ഫൈൻ. അപ്പൊ ഓക്കെ വൈനോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു, അവരായിട്ട് ഡയറക്റ്റ് വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പൊ 2 years ഈ ഒരു എംടർക്ക് എന്ന് പറഞ്ഞാൽ ആമസോണിന്റെ പ്ലാറ്റ്ഫോമിലൂടെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഈ കമ്പനിയുടെ ആവശ്യപ്രകാരം സ്വന്തമായിട്ട് അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒരു ചോദ്യം എനിക്കുള്ളത്, എന്തുതരം വർക്കുകളായിരുന്നു ഓൺലൈനിൽ ഇവർക്കൊക്കെ ചെയ്ത് നൽകിക്കൊണ്ടിരുന്നത്? ഇതില് നമ്മൾ എംടർക്കിൽ പല ടൈപ്പ് ഓഫ് ജോലികൾ ഉണ്ടായിരുന്നു. ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള ജോലികൾ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ലിമിറ്റേഷൻസ് ഉണ്ട്. ഇവരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ചെയ്തിരുന്നത് AI-യുടെ ഒരു ബാക്ക് സപ്പോർട്ട്, ഇമേജ് അനോട്ടേഷൻ. അത് തന്നെയാണ് ഇപ്പോൾ ഞങ്ങളുടെ പ്രൈമറി അനോട്ടേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. നമ്മൾ ഒരു AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. ഡാറ്റയിൽ നമ്മൾ ലേബൽ ചെയ്യുക. അത് അന്ന് ആ കാലത്ത് അതൊക്കെ അറിയാമായിരുന്നോ? ഇല്ല, പഠിച്ചെടുത്തു. അല്ല, ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്ക് ഓരോ കഴിവുകളുണ്ടല്ലോ. എന്നിൽ എനിക്ക് സ്വയം ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിരുന്ന ഒരു സ്കില്ല്, ഒരു ക്വിക്ക് ലേണറാണ് ഞാൻ. എനിക്ക് ഒരു സാധനം നമുക്ക് പെട്ടെന്നാണെങ്കിൽ പോലും, എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ പോലും അത് പഠിച്ചെടുക്കാൻ, മനസ്സിലാക്കാന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ട്രൈ ചെയ്യാനും വില്ലിങ്. അപ്പൊ അങ്ങനെ ഈ പ്ലാറ്റ്ഫോമിൽ ലഭ്യമായിട്ടുള്ള ഈ ഒരു വർക്ക് അല്ലെ, അനോട്ടേഷൻ വർക്കുകൾ AI-യുടെ ഹെൽപ്പോടെ നമ്മൾ ചെയ്ത് പഠിച്ചു. അങ്ങനെ വർക്കുകൾ തരും, ഒരു ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. അത് നമ്മൾ വായിച്ചു നോക്കണം, അത് ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്യണം. അത് ശരിയായി കഴിഞ്ഞാൽ അവർ നമുക്ക് അപ്രൂവ് ചെയ്ത് പേയ്മെന്റ് തരും. അങ്ങനെയാണ് പ്രോസസ്. പേയ്മെന്റ് ഒക്കെ പക്കയായിട്ട് കിട്ടുമായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഇവരുമായിട്ട് നേരിട്ട് അസോസിയേറ്റ് ചെയ്യാനായിട്ട് ആ ഒരു ടൈമിലാണ് ഈ ഒരു കമ്പനി, അന്ന് 2016 AI-യുടെ ഒക്കെ ഒരു ബൂം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈമാണ്. വലിയ വലിയ MNC-കളൊക്കെ അവരുടെ വലിയ AI പ്രൊജക്ടുകളൊക്കെ ലോഞ്ച് ചെയ്യുന്ന ഒരു ടൈമും കൂടിയാണ്. അപ്പോൾ അന്ന് ഇന്ത്യയിലൊന്നും ശരിക്കും ഡാറ്റ ലേബലിംഗിന് എക്സ്ക്ലൂസീവ് ആയിട്ട് കമ്പനികളൊന്നും ഇല്ല. അങ്ങനെ 2016 ഈ ഒരു കമ്പനി, ജർമ്മൻ കമ്പനിയെ ഒരു നമ്മള് എന്താ പറയാ, എന്റെ ഒരു അഭിമാനം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ആപ്പിൾ, നമ്മളൊക്കെ എല്ലാവരുടെയും പ്രത്യേകിച്ച് യുവാക്കളെയൊക്കെ ഒരു ആപ്പിൾ പ്രൊഡക്റ്റ് വേണ്ടി നടക്കുന്ന ഒരു സമയം. ആപ്പിൾ എന്ന് പറഞ്ഞ ലോകത്ത് 1 of the top 3 അല്ലെങ്കിൽ top 5 കമ്പനി. അവരെന്ത് ചെയ്തു, ഈ ഒരു ജർമ്മൻ സ്റ്റാർട്ടപ്പിനെ അക്വയർ ചെയ്തു. അപ്പം ആപ്പിൾ നമ്മുടെ കസ്റ്റമർ ആയിട്ട് വരികയാണ്.
അതെ, അത് ശരിയോ? അതൊരു വലിയ എക്സൈറ്റിംഗ് കാര്യമാണ്. ഞാനത് അറിയുന്നില്ല, ബാക്ക്ഗ്രൗണ്ടിൽ ഈ പ്രോസസ്സ് നടക്കുന്നത് അറിയുന്നില്ല. പക്ഷെ അതിലൊരു റിസ്ക്കും കൂടിയാണ് വരുന്നത്. അപ്പോൾ എന്റെ കസ്റ്റമർ ആണ്, ഒരു വശത്തു കൂടെ ഒരു കസ്റ്റമർ ആവാം, മറുവശത്തു കൂടെ എന്റെ എൻഡ് ഓഫ് ദി കരിയറും ആയേക്കാം. കാരണം ഇവര് കമ്പനി ഏറ്റെടുത്തോടുകൂടെ പിക്ചർ മാറി. അവരെന്നോട് പറഞ്ഞു, മുജീബ് ഞങ്ങളിപ്പോ പഴയ കമ്പനിയുടെ പേര് പറഞ്ഞില്ല, ഞങ്ങളിപ്പോ വലിയൊരു സിസ്റ്റത്തിന്റെ ഭാഗമാണ്, ഇനി നിങ്ങൾക്ക് ഞങ്ങൾ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം നിങ്ങളൊരു ഇൻഡിവിജ്വൽ ആണ്, ഞങ്ങൾ കമ്പനി ഇൻഡിവിജ്വൽസ് ആയിട്ട് വർക്ക് ചെയ്യാറില്ല, പറ്റത്തില്ല. നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു സ്റ്റാർട്ട് എ കമ്പനി. അതേ പറഞ്ഞു. ഒന്നെങ്കിൽ അതെങ്ങനെ നമ്മൾ ഫോഴ്സ്ഡ് ആയിട്ടാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്യേണ്ട അവസ്ഥ. ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല, എന്റെ മുന്നിൽ മറ്റു ചോയ്സ് ഉണ്ട്. ഇതെന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല, ആപ്പിളും ഒക്കെ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്ര എളുപ്പമുള്ള കാര്യം അങ്ങനെ ചെയ്യായിരുന്നു. അപ്പൊ ആ ഒരു രണ്ട് ചോയ്സ് എന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. ഒന്നെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ല, എഡ്യൂക്കേഷൻ ഇല്ല, ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല, ട്രൈ ചെയ്ത് നോക്കാം. മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വേണ്ട, അതെന്നെ കൊണ്ട് നടക്കില്ല എന്ന് പറഞ്ഞാൽ സിംപ്ലി ക്വിറ്റ് ചെയ്യാം. ഞാൻ എടുത്ത ഡിസിഷൻ വൈ നോട്ട്, മുന്നോട്ട് പോകാൻ. അങ്ങനെ വലിയൊരു പോയിന്റ് ആണ് കേട്ടോ. ഒരാളുടെ ജീവിതത്തിൽ ചിലപ്പം വളരെ പ്രതിസന്ധി വരുമ്പോൾ ഒന്നുകിൽ നമുക്ക് ക്വിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മുന്നോട്ട് പോയി നോക്കാം എന്നുള്ള ഒരു അവസ്ഥ വരുമ്പോൾ മിസ്റ്റർ മുജീബ് അതോടെ തീരുമാനിച്ച ഒരു കാര്യം മുന്നോട്ടേക്ക് പോകാം, ഒന്ന് നോക്കാം എന്നുള്ളതാണ്. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഒരു ട്രൈ എന്ന ലെവലിൽ ഞാനൊരു 6 പേരെ റിക്രൂട്ട് ചെയ്തു ഇനീഷ്യലി. ശരി. പഴയൊരു വീടുണ്ടായിരുന്നു ഞങ്ങള്, ഒരു മണ്ണാർക്കാട്, എന്റെ തറവാട് വീട് പഴയതുണ്ടായിരുന്നു. അവിടെ വെച്ചൊരു 6 പേരുടെ ടീമിനെ സ്റ്റാർട്ട് ചെയ്തു. അവർക്ക് ഇതൊരു ട്രയൽ ഫേസ് ആയിരുന്നു. അവർക്ക് ആർക്കെങ്കിലും ഒക്കെ ഈ വർക്ക് കൊടുക്കണം. ഇത് മുജീബ് സമ്മൺ എൽസ്, അവർക്ക് വേറെ കമ്പനികളെ അവർ നോക്കുന്നുണ്ടായിരുന്നു. സോ ഞാൻ ഈ ഒരു 2 മാസത്തെ പീരീഡിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് അവർ ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പീരീഡിൽ ഞാനൊരു 30ന്റെ അടുത്തുള്ള ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്തു. അവർ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു സർവീസ് ക്ലയന്റിന് വേണ്ടി സോ അവരതിൽ സാറ്റിസ്ഫൈഡ്. ദെൻ അവര് ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്, നിങ്ങൾ എന്ത് ചെയ്തോളൂ, കമ്പനി രജിസ്റ്റർ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് 2016 ജൂലൈയിലാണ് തോന്നുന്നു ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ഇൻഫോക്സ് എന്നുള്ള പേരിൽ കമ്പനി, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ഈ മണ്ണാർക്കാട് തന്നെ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ആദ്യം നമുക്ക് ആ സമയത്ത് ഒരു 30 പേരുടെ ഒരു ടീമുമായിട്ടാണ് നമ്മൾ നടക്കുന്നത്. പിന്നെ ആപ്പിളുമായിട്ടുള്ള ജേർണി എങ്ങനെയായിരുന്നു? അതൊരു 1.5-2 കൊല്ലത്തിന്റെ അടുത്ത് ഒരു കുഴപ്പമില്ലാണ്ട് ടീമിനെ സ്കെയിൽ ചെയ്ത് ഒരു 120 എംപ്ലോയീസ് വരെയുള്ള ഒരു ടീമായി നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഓൾവേസ് ലേണിംഗ് ഓൺ ദ ജേർണി, അല്ലെങ്കിൽ യാത്രയിൽ മനസ്സിലാക്കുക എന്നുള്ളൊരു ഇതാണ്. എനിക്കിതിന്റെ റിസ്കുകളോ അല്ലെങ്കിൽ ഒറ്റ ക്ലയന്റുമായിട്ട് മുന്നോട്ട് പോകുന്നതിലുള്ള ചലഞ്ചസോ ഞാൻ ചിന്തിച്ചിട്ടില്ല. നമ്മൾ ഹാപ്പിയാണ്, നമുക്കൊരു വലിയ കമ്പനി ഉണ്ട്, മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല, ഹാപ്പി. സഡൻലി ഇവരുടെ പ്രൊജക്ട് അടുത്തൊരു ഇത് സ്റ്റേജിലേക്ക് മൂവ് ചെയ്തപ്പോ അവർക്ക് ലാർജർ നമ്പർ ഓഫ് പീപ്പിൾസിന് വേണ്ടി വന്നു. 30 പോരാ, അന്ന് 120 ഉണ്ടായിരുന്നു. 120 പോരാത്ത അവസ്ഥ. അവർക്ക് ഒരു 2000ന്റെ അടുത്ത് സ്റ്റാഫുകൾ ഞങ്ങൾക്ക് ഇതിന് വേണമെന്ന് പറഞ്ഞു. ശരിക്കും അങ്ങനത്തെ ഒരു പ്രൊജക്ട് ഒക്കെ നിലവിലെടുക്കണമെങ്കിൽ 2000ലേക്ക് സ്കെയിൽ ചെയ്യാന്നുണ്ടെങ്കിൽ അത് നമ്മൾ പറയില്ല, ഇന്ത്യയിലെ തന്നെ ഇപ്പോ ഇൻഫോസിസിനെ പോലുള്ള കമ്പനികൾക്കൊക്കെ ഡയറക്റ്റ് എടുത്ത് ചെയ്യാൻ പറ്റും. അപ്പൊ എന്നോട് അവർ പറഞ്ഞത്, മുജീബ് ഞങ്ങൾക്ക് വർക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല, നിങ്ങളെപ്പോലെ ഒരു കമ്പനി ഞങ്ങൾ എടുക്കണമെങ്കിൽ 20 കമ്പനി എടുക്കേണ്ടി വരും 2000. മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒറ്റ കമ്പനിയായിട്ട് ഡീൽ ചെയ്യാനാണ് താല്പര്യം. ആ ഒരു കാരണം കൊണ്ട് എന്ത് ചെയ്തു, നമുക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടതായിട്ടും. അപ്പൊ നമ്മളുടെ മുന്നിലുണ്ടായിരുന്ന ഏക ക്ലയന്റ് എന്ന് പറഞ്ഞാൽ ആപ്പിൾ ആയിരുന്നു. പക്ഷെ ആപ്പിളിനെ ഡ്രോപ്പ് ചെയ്യേണ്ട അവസ്ഥ വരുകയും ചെയ്തു. അപ്പം ആകെ ഇരുളടഞ്ഞ ഒരു ഭാവിയായി അല്ലെ. പിന്നെ ലൈഫ് എന്ന് പറയുന്നത് തന്നെ നമ്മള് ഞാൻ അങ്ങനെ ആ ഒരു കയറ്റിറക്കാണ് ജീവിതം എന്ന് പറയുന്നത്. ഇറങ്ങുന്നത് കയറാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്റെ സ്റ്റാഫുകളോട്. ഇറങ്ങുന്നില്ലെങ്കിൽ നമുക്ക് കയറാൻ കഴിയില്ല. ആ ഒരു ഇറക്കത്തിൽ കുറച്ചു കാലം വീണ്ടും സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം പെട്ടെന്ന് ഉള്ള വർക്ക് സ്റ്റോപ്പ് ആകുന്നു. 120 പേര് നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു. 120 ഫാമിലികളാണ്. അവിടെ നിന്നാണ് പിന്നെ ഞാൻ ഇതിന്റെ റിസ്കുകൾ മനസ്സിലാക്കുന്നത്. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു ബ്ലണ്ടർ ആയിരുന്നു. നമുക്ക് കൂടുതൽ ക്ലയന്റുകൾ വേണം. നമ്മൾ എന്ത് ചെയ്തു, വെബ്സൈറ്റ്, അതുപോലെ ഒരു PR ടീം, അതുപോലെ റിസർച്ച് ടീമിനെയൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തു. ക്ലയന്റുകളെ റിസർച്ച് ചെയ്യാൻ മാത്രമായിട്ട് ഞങ്ങൾ 4-5 മാസം എടുത്ത് ഈ ഒരു ഡെവലപ്പായി വരാം. അവിടുന്ന് പതുക്കെ നമുക്ക് കൂടുതൽ ക്ലയന്റുകൾ വരാൻ തുടങ്ങി. അവിടുന്നാണ് പിന്നെ നമ്മൾ ഇതിന്റെ അടുത്ത സ്റ്റേജ് നമ്മൾ 130 ആദ്യം 5 പേര് ആദ്യം സ്വന്തമായി തുടങ്ങി, പിന്നെ 5 പേരുടെ ടീമായി, പിന്നെ 30 പേരായി, പിന്നെ 120 ആയി. അത് കഴിഞ്ഞ് ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നു? ഏകദേശം 400ന്റെ അടുത്ത്. അപ്പം ഇതെല്ലാം വർക്ക് എവിടെയാണ്? ഇതിന്റെ മെയിൻ ആക്ടിവിറ്റി എല്ലാം മണ്ണാർക്കാട്. ഇപ്പോഴും നമ്മൾ ജനിച്ചു വളർന്ന മണ്ണാർക്കാട് തന്നെയാണ്. നാടിനോട് ചെറിയൊരു എന്റെ ഭാഷ മൊഹബത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരാളാണ്. നമ്മുടെ സ്വന്തം നാട്ടിലോട് ചെയ്യുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ചെയ്യാന്നുള്ള ഒരു ആഗ്രഹമാണ് എനിക്കുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണ്, ഇപ്പൊ പല കമ്പനികൾ തന്നെ ഉണ്ട് എന്നുള്ളതാണ് അല്ലെ? ഏതൊക്കെയാ നമ്മുടെ കമ്പനികൾ? ഇൻഫോക്സ് അല്ലാതെ ഏതൊക്കെയാണ്?
മീൻസ് നിങ്ങൾ കോമ്പറ്റീറ്റേഴ്സിനെയാണോ? അല്ല, നമ്മളുടെ ഗ്രൂപ്പിൽ തന്നെ ഏതൊക്കെ കമ്പനികളുണ്ട്? ഇൻഫോക്സിന് കാരണം ഇതിന്ന് ഞാൻ ഈ ഒരു ജേർണിയിൽ പഠിച്ചൊരു കേസ്, ഫസ്റ്റ് ആപ്പിൾ നിന്ന് പഠിച്ചൊരു കേസ്, ഒരു ക്ലയന്റ് മാത്രമല്ല ബിസിനസ്. ശരി. ഇതിന്റെ അടുത്ത സ്റ്റേജിൽ എത്തിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഈ ഒരു ബിസിനസ് ഒരു ഓണ്ടർപ്രണർ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഒരിക്കലും ഒരു വഴി കൂടെ പോകുന്നവനാകാൻ പാടില്ല. ആ വഴി ഫ്യൂച്ചർ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇംഗ്ലീഷ് പറയാം, ഡോണ്ട് പുട്ട് ഓൾ ദ എഗ്സ് ഇൻ വൺ ബാസ്കറ്റ് എന്ന് പറയാറുണ്ട്. ആപ്പിളിനെ മാത്രം കണ്ടുകൊണ്ടിരുന്നോണ്ടാണ് ഈ ഒരു പ്രശ്നം പറ്റിയത്. അത് നമ്മൾ മനസ്സിലാക്കി മാറാനായിട്ട് ശ്രമിച്ചു. ഒരു ബിസിനസ്സിൽ മാത്രം മുന്നോട്ട് പോകുന്നതിന് പകരം അതെല്ലാവരും ചെയ്യുന്ന എല്ലാ നല്ല ഓണ്ടർപ്രണേഴ്സ് ഒക്കെ ചെയ്യുന്ന ഒരു സേഫ് സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ അത് അവര് ഒരു റൂട്ടിൽ വിട്ട് അടുത്ത വഴികൾ നോക്കി. അതിന്റെ ഭാഗമായിട്ട് നിലവില് ഇൻഫോക്സ് എന്നുള്ളതിനെ നമ്മളൊരു ഗ്രൂപ്പ് കമ്പനീസ് ആക്കി ക്രിയേറ്റ് ചെയ്ത് അതിന്റെ അണ്ടറിൽ ഒരു 4 വിങ്ങുകളാണ്, ഒരു 4 കമ്പനികളാണ് നിലവിലുള്ളത്. ഇൻഫോക്സ് എന്ന് പറയുന്ന രണ്ട് നമുക്ക് മെഡ്റേസ് എന്ന് പറഞ്ഞിട്ട് ഒരു മെഡിക്കൽ റിലേറ്റഡ് എക്സ്ക്ലൂസീവ്ലി മെഡിക്കൽ ഫീൽഡിലുള്ള AI സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ഫാം. അതിന്റെ ഒരു കോംപ്ലക്സിറ്റി എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് നോർമൽ ആളുകൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ് അല്ല. അതിനല്ല മെഡിക്കൽ പ്രൊഫഷണൽസ് നമുക്ക് തന്നെ വേണം. അങ്ങനെയുള്ളവരൊക്കെ ആയിരിക്കും റിക്രൂട്ട് ചെയ്യുന്നത്. ഇതൊക്കെ ഏർലി സ്റ്റേജിലാണ് മറ്റുള്ളതൊക്കെ. മൂന്നാമത്തെ നമുക്ക് ഈ ഒരു 2 ഇതിനും നമുക്ക് നോക്കിയപ്പോൾ ജനറലി ആവശ്യമുള്ളത് ഡാറ്റയാണ്. ഡാറ്റ ഏതൊരു AI പ്രൊജക്ടിനും നമുക്ക് ഡാറ്റ വേണം. പക്ഷെ അതിന്റെ ഒരു ഇതിൽ നിന്നാണ് ഒരു ഡാറ്റ കളക്ടിങ് കമ്പനി എന്നുള്ളൊരു ഡാറ്റാബേസ് എന്നുള്ള പേരിൽ അതെ അങ്ങനെ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇത് വളരെ ഏർലി സ്റ്റേജിലാണ്. പിന്നെ 4th വണ് നമുക്ക് തന്നെ ഇന്റേണലി വെബ്സൈറ്റിന്റെയും സോഫ്റ്റ്വെയറിന്റെ ഒക്കെ ഒരുപാട് ആവശ്യങ്ങൾ ഇന്റേണലി ഒരു ടീം ഉണ്ടായിരുന്നു. ഇതിനൊരു സെപ്പറേറ്റ് കമ്പനിയാക്കി മാറ്റി നമ്മൾ ഇന്റേണലി അതുപോലെ ഔട്ട്സോഴ്സ് ചെയ്യാനും കൂടി ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ കമ്പനി വെബ്ഫോക്സ് എന്ന പേരിൽ ഒരു സോഫ്റ്റ്വെയർ കമ്പനി ഒരു ഗ്രൂപ്പ് കൂടെ ഉണ്ട്. അപ്പൊ 4 ഗ്രൂപ്പിന്റെ 4 എൻറ്റിറ്റികൾ. അപ്പൊ ഇത് നമുക്ക് ഈ ഏറ്റവും കൂടുതൽ ആളുകൾ ഏതിലായിരിക്കും? ഇൻഫോക്സിലാണോ? ഇൻഫോക്സിലും മെഡിലാണ് ഇപ്പൊ കൂടുതൽ. ഇൻഫോക്സിലൊക്കെ ആരെയായിരിക്കും ജോലിക്കൊക്കെ എടുക്കുക? ഇൻഫോക്സിൽ നിലവിൽ നമുക്ക് ഒരു ഡിഗ്രിയാണ് ബേസിക് ഡിഗ്രി ഉള്ളവര്, പിന്നെ ഒരു ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങുന്ന കുട്ടികളാണ് അവിടെ മിക്കവാറും ജോയിൻ ചെയ്യാറുള്ളത്. പിന്നെ നമ്മൾ ഒരു ട്രെയിനിങ് കൊടുക്കണം. അവർക്ക് ട്രെയിനിങ് നമുക്ക് വേണ്ട വിധത്തിൽ അവരെ മാറ്റിയെടുക്കും, ട്രെയിനിങ് കൊടുത്തിട്ട് എടുക്കുക. ഈ മറ്റേ മെഡിക്കലൊക്കെ ഒന്നുകൂടെ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളാണ് നമുക്കത് ട്രെയിനിങ് എല്ലാവർക്കും കൊടുക്കണം. മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ഒന്നുകൂടെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ എളുപ്പം അവർക്ക് കാര്യങ്ങൾ പെട്ടെന്ന്. ശരി. അപ്പൊ ഇന്ന് 400 പേർക്ക് ജോലി നൽകുന്ന ഒരു വ്യക്തിയാണ് അല്ലെ. ഒരു ജോലി തേടി പോയി അവസാനം 400 പേർക്ക് ജോലി നൽകാനായിട്ട് കഴിയും. ഫ്യൂച്ചറിൽ എന്താ ഇനിയത്തെ വാട്ട് നെക്സ്റ്റ് എന്നുള്ള ആ പ്ലാനോട് ചോദിക്കുക. ഞാൻ എന്റെ ലൈഫിൽ ഞാൻ പറഞ്ഞ ഒരുപാട് ലെസൺസ് ലേൺ ചെയ്തതിൽ ഒരു ലെസൺ എന്ന് പറയുന്നത് ഫ്യൂച്ചറിനെ കുറിച്ച് ഒരുപാട് പറയുന്നതിന് പകരം ഗോ ഫസ്റ്റ്. എന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്തിട്ട് കാണിച്ചു കൊടുക്കാം. അപ്പൊ അതൊക്കെ നേടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ചെറിയ വയസ്സിൽ തന്നെ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ഇനിയുള്ള വർഷങ്ങൾ ഒത്തിരി ഉയരങ്ങളിലേക്ക് പോകാനായിട്ട് കഴിയും. സ്കിൽ സബ്മിറ്റ്, അതായത് കേരള ഗവൺമെൻറ്റിൻ്റെ KKEM അതേപോലെ വിജ്ഞാന കേരളയുടെയൊക്കെ ഭാഗമായിട്ട് ഒരു സ്കിൽ സബ്മിറ്റ് കൊച്ചിയിൽ നടക്കുന്നു. അവിടെ വെച്ചാണ് മിസ്റ്റർ മുജീബ് റഹ്മാനെ പരിചയപ്പെടാനായിട്ട് കഴിഞ്ഞത്. വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ അദ്ദേഹവുമായിട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് സ്റ്റോറി നമ്മൾ മനസ്സിലാക്കി. ഇത് നമ്മളുടെ കരിയറിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രതിസന്ധി വരുമ്പോൾ അവിടെ കൊണ്ട് അവസാനിക്കേണ്ടതല്ല, അതിനെ ചലഞ്ച് ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ. ഒരു ജോലി തേടുക എന്നുള്ളതല്ല, ഒരു ജോലി നൽകുന്ന ഒരു വ്യക്തിയായി മാറുവാനൊക്കെ നമുക്ക് കഴിയും. അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതിന് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് പ്രചോദനമാകട്ടെ എന്ന് വിശ്വസിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഏതായാലും ഇത്രയും നേരം നമ്മളോടൊപ്പം ജോയിൻ ചെയ്തത് എല്ലാവിധ ആശംസകളും. താങ്ക് യു.